2 ദിവസം മുന്നേ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫോം തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെന്താണ് ഫോം നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് എന്യൂമറേഷൻ ഫോം. എന്താണ് എന്യൂമറേഷൻ ഫോം? SIR എന്നുള്ള വോട്ടർ പട്ടിക പുതുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോമാണത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പുതുതായി ഇറക്കിയതാണ്. അതായത് അതിൻ്റെ ഡേറ്റ് വന്നിട്ട് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഏകദേശം 1 മാസക്കാലം ആണ് നമുക്ക് അതിന് കാലയളവ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ നമുക്കത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തിനാണ് ഈ എന്യൂമറേഷൻ ഫോം നിലവിൽ കൊണ്ടുവന്നത്? അതായത് പുതിയ അപ്ഡേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട്. അത് പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ല, അതിന് കൂടുതൽ അപ്ഡേഷൻസ് വരുത്താൻ. ചിലപ്പോൾ നമ്പറുകൾ വ്യത്യാസം വന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ അഡ്രസ്സുകൾ മാറിയ ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും, പിന്നെ ഇവിടുന്ന് നാട് വിട്ടുപോയ ആൾക്കാരുണ്ടാവും, അതായത് തിരിച്ച് വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയെല്ലാം നമ്മുടെ വോട്ടർ പട്ടിക ഒന്ന് പുതുക്കാനോ ആവശ്യമായിട്ടുള്ള ഒരു ഫോമാണ് എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സഹിതം നമുക്ക് നോക്കാം. ഇതാണ് എന്യൂമറേഷൻ ഫോം. ഇതിൽ ഒരെണ്ണം നമുക്ക് ഫില്ല് ചെയ്തിട്ട് കയ്യിൽ വെക്കാനും ഒരെണ്ണം കൊടുക്കാനും, അങ്ങനെ ഒരാൾക്ക് 2 ഫോമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ അറ്റത്ത് വോട്ടറുടെ പേര്, നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ID നമ്പറാണ്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ക്രമ നമ്പർ, അതുപോലെ ഭാഗം നമ്പർ, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സ്കൂള്, പിന്നെ നിയമസഭ പാർലമെൻറ്റിൻ്റെ പേര്, സംസ്ഥാനത്തിൻ്റെ പേര്, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ QR കോഡ്, അതിനപ്പുറത്ത് നമ്മുടെ പഴയൊരു ഫോട്ടോയാണ്. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോ മാറ്റി പുതുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ ഫോട്ടോ പതിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫോട്ടോ പതിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഫോം ഫില്ലപ്പിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഈ ഫസ്റ്റ് കാണുന്ന ഇത്ര ഓപ്ഷൻസ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് 2002 വോട്ടിൽ പേരുള്ളവരും അതല്ലാത്തവരും ഈ ഫോം, ഈ ഫസ്റ്റ് കാണുന്ന ഈ പാർട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് തന്നെ ജനനത്തീയതി, നമ്മുടെ ഡേറ്റ്, മാസം, വർഷം കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ ഓപ്ഷനിലാണ്, എന്നാലും കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറേ കൊടുക്കാവൂ. പിന്നെ അടുത്തത് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, അതുപോലെ തന്നെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ, അത് ലഭ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ ID നമ്പറാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ പേര്, അതുപോലെ മാതാവിൻ്റെ എപ്പിക് നമ്പർ, അതും ലഭ്യമെങ്കിൽ വോട്ടർ ID നമ്പർ തന്നെ. പങ്കാളിയുടെ പേര്, ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ, അതും ലഭ്യമെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വലതുവശത്ത് കോളത്തിൽ കറക്റ്റായിട്ട് തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്ത സെക്ഷൻ അതിൻ്റെ നേരെ താഴെയിട്ട് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ, നമുക്കത് ചെക്ക് ചെയ്യണ്ടേ. അത് ചെക്ക് ചെയ്യണേ നമുക്ക് നോക്കാം. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ കേരള എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല voters.eca.government.in കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ കേരള, അതിൽ വോട്ടർ സെർച്ച് കൊടുക്കുക, SIR. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ജില്ല സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താം. എന്നിട്ട് ജില്ല സെലക്ട് ചെയ്യാം. അവരവരുടെ ജില്ല കൊടുക്കുക. പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലം അത് കൊടുക്കുക. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക, നമ്മുടെ ഇത്, അപ്പോൾ അത് ഏത് സ്കൂളാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ വോട്ടർ നെയിം കൊടുക്കുക. പിന്നെ ഹൗസ് നെയിം, പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വോട്ടർ നെയിം തെറ്റുകൂടാതെ മലയാളത്തിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പം മലയാളത്തിൽ എൻ്റെ അമ്മമ്മയുടെ പേര് കൊടുക്കാൻ പോണ്. കോമളവല്ലി എന്ന് കൊടുത്തു. ഇനി വേറൊന്നും നമുക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ചിലപ്പോഴായിരിക്കും നമുക്കത് കിട്ടുക.
കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട്, കിട്ടില്ല. കുറേ തവണ ചെക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുക. നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോൾ റെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഇങ്ങനെ വരും. പക്ഷേ നിങ്ങളുടെ മാത്രമായിരിക്കില്ല, കുറേ അപ്പോൾ പേരുണ്ടെങ്കിൽ ആ പേരിലുള്ള കുറേ പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അഡ്രസ്സും വീട്ടുപേരൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ആളെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് വോട്ടറുടെ പേര് കൊടുക്കുക, എപ്പിക് നമ്പർ കൊടുക്കുക. അത് ഇത് തന്നെയാണ്, വോട്ടർ ഐ ഡി നമ്പറാണ്. പിന്നെ ബന്ധുവിൻ്റെ പേര്, അത് 2002 എങ്ങനെയാണോ നമ്മൾ കൊടുത്തത്, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് അതേപോലെ തന്നെ എഴുതണം. പിന്നെ ബന്ധം കൊടുക്കുക, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഭാഗം നമ്പറും ക്രമ നമ്പറും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ആശങ്ക വേണ്ട. അത് 2002 എങ്ങനെയാണോ കൊടുത്തത് അത് തന്നെ കൊടുത്തോ. പക്ഷേ നിങ്ങൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ 2002 എങ്ങനെയാണ് കൊടുത്തത് അത് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസും അത് ഫില്ല് ചെയ്തു. രണ്ടാമത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ഫോമും ഫില്ല് ചെയ്തു. ഇനി 2002 പേരില്ലാത്ത ആൾക്കാരുടെ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ പേര് 2002 ആൾക്കാർ അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. 2 കോളങ്ങൾ മുകളിലത്തെയും സൈഡത്തെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അപ്പുറത്തുള്ള കോളം നിങ്ങൾക്ക് ആവശ്യമില്ല, അത് നിങ്ങളത് ക്രോസ് കട്ട് ചെയ്തിടുക. ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാത്ത ആൾക്കാരുടെ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ബന്ധുവിൻ്റെ നമുക്ക് കൊടുക്കാം. ബന്ധു വെച്ച് മീൻസ് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മൾ കൊടുക്കാം. അപ്പോൾ പേര് അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പിക് നമ്പർ കൊടുക്കുക. അതിനുശേഷം ബന്ധുവിൻ്റെ പേര് എന്നുള്ളവിടെ അച്ഛൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബന്ധം വരുമ്പോൾ പിതാവ് എന്നുള്ള രൂപത്തിൽ വരും. അതല്ല നമ്മൾ അമ്മയുടെ പേരാണ് അവിടെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര്, അതായത് നമ്മുടെ അച്ഛൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ബന്ധം വരുമ്പോൾ ഭർത്താവ് എന്ന് വരും. പിന്നെ ജില്ല കൊടുക്കുക, അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇതെല്ലാം കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോമിൻ്റെ ഫ്രണ്ടിൽ ഫസ്റ്റായിട്ട് BLOയുടെ നമ്പർ ഉണ്ടാവും, കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. അവരോട് വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചതിന് ശേഷം മാത്രം ഓരോന്നും ഫില്ല് ചെയ്യുക. തെറ്റായിട്ട് ഒന്നും ഫില്ല് ചെയ്യരുത്, പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.